ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. പുഷ്കിന്താകണ്ട. ശാരിക പൈതലേ ചാരിശീലേ വരികാരോമലേ കഥാശേഷവും ചൊല്ലു നീ. ചൊല്ലുവനെങ്കിൽ അനങ്കാരി ശങ്കരൻ വല്ലഭയോടരുൾ ചെയ്ത പ്രകാരങ്ങൾ കല്യാണശീലൻ ദശരഥസൂനു കൗസല്യാതനയൻ അവരജൻ തന്നുടും പമ്പാ സരസ്ഥലം ലോകമനോഹരം സംപ്രാപ്യ വിസ്മയം പൂണ്ടരളീടിനാൻ. ക്രോശമാത്രം വിശാലം വിശദാമൃതം ക്ലേശവിനാശനം ജന്തുപൂർണ്ണ സ്ഥലം ഉത്ഫുല്ല പത്മ കൽഹാര കുമുദ നീലോൽപല മണ്ഡിതം ഹംസ കാരണ്ഡവ ഷഡ്ഗോഷ്ടി സർപ്പസുംഹവ്യാഘ്ര സൂകരസേവിതം മുഷ്കുലതാ പരിവേഷ്ടിത പാദവ സൽഫല സേവിതം സന്തുഷ്ട ജന്തുകം കണ്ടു കൗതൂഹലം പൂണ്ട് തണ്ണീർ കുടിച്ചിണ്ടലും തീർത്തു മന്ദം നടന്നിടിനാ. അനിമൽ സമാഗമം. കാലേ വസുന്തി സുശീതലേ ഭൂതലേ ഭൂലോകപാല ബാലന്മാരിരുവരും സിമോഗാദ്രിവാസ്യസ്ഥലേ സന്തതം നിശ്വാസം ഉൾക്കൊണ്ടു വിപ്രലാഭത്തോടും സീതാവിരഹം പുറാഞ്ഞു കരകയും ചൂതായി താത്തു മുഴുത്തു പറയുകയും ആദികലം നടന്നെടുക്കും വിധോപിതനായി വന്നു. ദിനകരപുത്രനും സത്വരം മന്ത്രികളോടും കുതിച്ചു വാഞ്ഞു ഉത്തങ്കമായ ശൈലാഗ്രമേറിയിടിനാൻ. മാരുതിയോട് ഭയേന ചൊല്ലിയിടിനാൻ, ആരി വരുന്നതിവർ സന്നദ്ധരായി നേരെ ധരിച്ചു വരിക നീ വേഗേന. വീരന്മാരെത്രയുമെന്ന് തോന്നുന്നു കണ്ടാൽ അഗ്രജൻ ചൊല്ലുകയാലെന്നെ ബലാലെന്ന് നിഗ്രഹിപ്പാനായി വരുന്നവരല്ലല്ലി വിക്രമമുള്ളവരെത്രയും തേജസാദിക്കുകളൊക്കെ വിളങ്ങുന്നു കണ്ടു നീ. താപസവേഷം ധരിച്ചിരിക്കുന്നത് ചാപബാണാസി ശസ്ത്രങ്ങളുമുണ്ടല്ലോ. നീ ഒരു വിപ്രവേഷം മൂണ്ടവരോടുമായി സുധാ ചെന്നു ചോദിച്ചറിയണമോ. വക്ര നേത്രാലാപ ഭാവങ്ങൾ കൊണ്ടവർ ചിത്തമെന്തെന്നതറിഞ്ഞാൽ വിരവി നീ ഹസ്തങ്ങൾ കൊണ്ടറിയിച്ചിടുക നമ്മുടെ ശത്രുക്കളെങ്കിൽ. അതല്ലെങ്കിൽ നിന്നുടെ വക്രപ്രസാദമന്ദസ്മേര സംജ്ഞയാ മിത്രമെന്നുള്ളത് എന്നോട് ചൊല്ലണം. കർമ്മസാക്ഷി സുതൻ വാക്കുകൾ കേട്ടവൻ ബ്രഹ്മചാരി വേഷമാലംബ്യ സാദരം അഞ്ജസാ ചെന്ന് നമസ്കരിച്ചിടിനാൻ. അഞ്ജനാപുത്രനും പത്രുപാദാംബുജംഗഞ്ച വിലോചനന്മാരായ മാനവ കുഞ്ഞരന്മാരെ തൊഴുതു വിനീതനായി അങ്കജൻ തന്നെ ജയിച്ചോരു കാന്തി പോണ്ടിങ്ങനെ കാണായ നിങ്ങൾ ഇരുവരും ആരെന്നറിയില്ല ആഗ്രഹമുണ്ടത്. നേരെ പറയണമെന്നോട് സാദരം നിൽക്കുകസൈവ ശോഭിപ്പിക്കും അർക്കനിശാകരന്മാരെന്ന് തോന്നുന്നു. ത്രൈലോക്യ കർത്തൃഭൂതന്മാർ ഭവാന്മാരെന്നാലോക്യ ചേതസി പാതി സദൈവമേ. വിശ്വൈകവീരന്മാരായ യുവാക്കളാം അശ്വിനി ദേവകളോം മറ്റതന്യേ വിശ്വൈക കാരണഭൂതന്മാരായൊരു വിശ്വരൂപന്മാരാം ഈശ്വരന്മാർ നിങ്ങൾ മൂലം പ്രധാന പുരുഷന്മാർ മായാമാനുഷാകാരേണ സഞ്ചരിക്കുന്നത് ലീലയാ ഭൂഭാരനാശനാർത്ഥം പരിപാലനത്തിനു ഭക്താനാം മഹീതലേ വന്നു രാജന്യവേഷേണ പറന്നോരു പുണ്യപുരുഷന്മാർ പൂർണ്ണഗുണവാന്മാർ കർത്തുഞ്ജകൾ സ്ഥിതി സംഹാര സർഗങ്ങൾ ഉദ്യതോ ലീലയാ നിത്യസ്വതന്ത്രന്മാർ മുക്തി നൽകും നരനാരായണന്മാരെന്നുൾക്കാരിലെന്നു തോന്നുന്നു നിരന്തരം. യുദ്ധം പറഞ്ഞു തൊഴുതു നിന്നേടുന്ന ഭക്തനെ കണ്ടു പറഞ്ഞു രഘുത്തമൻ. പശ്യസഖേ വടിരൂപണം ലക്ഷണ വിശേഷ ശബ്ദശാസ്ത്രം അനേന ശ്രുതം ഇല്ലൊരപശബ്ദമെങ്ങുമേ വാക്കിങ്കിൽ നല്ല വയ്യാകരണൻ പടുന്നുണ്ടേൻ. മാനവീരനോ അപ്പോൾ അരുൾ ചെയ്തു വാനശ്രേഷ്ഠനെ നോക്കി ലഘുതരം. രാമനെന്നുടെ നാമം ദശരഥ ഭൂപാലേന്ദ്രൻ തനേനിവൻ മമ സഹോദരനാകിയ ലക്ഷ്മണൻ കേൾക്കീ യാതമോദം പരമാർത്ഥം മഹാബലി. ജാനകിയാകി സീതയെന്നുണ്ടൊരു മാനിനി എന്നോട് ഭാമിനി കൂടെ വേദാത നിയോഗേന ഗാനനസീമനി യാതന്മാരായി തപസ് ചെയ്തിടുവാൻ ദണ്ഡകാരണ്യെ വസിക്കുന്ന നാണതി ചണ്ടനായോ നിശാകരൻ വന്നുടൻ. ജാനകി ദേവിയെ കട്ടുകൊണ്ടിടിനാൻ. കാനനെ നിങ്ങൾ തിരഞ്ഞു നടക്കും ഞങ്ങൾ തിരഞ്ഞു നടക്കുന്നു കണ്ടിയിലവളെ ഒരേടത്ത് നിന്നി കണ്ടു കിട്ടി നിന്നെ നീ ആരടോ സഖേ. ചൊല്ലിയിടുന്നത് കേട്ടൊരു മാരുതി ചൊല്ലിനാൻ കൂപ്പിത്തൊഴു തൂഹലാൽ സുഗ്രീവനാകിയ വാനരേന്ദ്രൻ പർവ്വതാഗ്രേ വസിക്കുന്നതത്ര
രഘുപതേ. മന്ത്രികളായ ഞങ്ങൾ 4 പേരുണ്ടല്ലോ, സന്തതം കൂടെ പിരിയാതെ വാഴുന്നു. അഗ്രജനാകിയ ബാലിക ഭീഷരനുഗ്രനാട്ടി കളഞ്ഞിടിനാൻ തമ്പിയെ. സുഗ്രീവനുള്ള പരിഗ്രഹം തന്നെയും അഗ്രജൻ തന്നെ പരിഗ്രഹിച്ചിടിനാൻ. മുഖാചരം സങ്കേതമായി വന്നു വിശ്വാസമോടിരിക്കുന്ന തർക്കാത്മജൻ ജ്ഞാനവൻ തന്നുടെ ഭൃത്യനായുള്ള ഒരു വാനരൻ വായുധനേൻ മഹാമതേ നാമധേയം ഹനുമാനഞ്ജനാത്മജൻ ആമേന്ദു രക്ഷിച്ചു കൊള്ളേണമേ. സുഗ്രീവനോട് സഖ്യം ഭവാനുണ്ടെങ്കിൽ നിഗ്രഹിക്കാം ഇരുവർക്കു വരികളെ. വേല ചെയ്യാമതിനാവോളമാശി ഞാൻ ആലംബനം മറ്റെനിക്കില്ല ദൈവമേ. ഇത്തം പറഞ്ഞു തിരുമനസ്സെങ്കിൽ എഴുന്നള്ളു ഉൾത്താപമെല്ലാം അകലുന്നയാ. വിജയിത്തം തിരുമനസ്സെങ്കിൽ എഴുന്നള്ളു ഉൾത്താപമെല്ലാം അകലുന്നയാ നിധേ. സുഗ്രീവ സഖ്യം. ശ്രീരാമലക്ഷ്മണന്മാരെ കഴുത്തിലാ മാർഗം എടുത്തു നടന്നിതു മാരുതി. സുഗ്രീവ സന്നിധവും കൊണ്ടുവന്നിട് ഞാൻ വിഗ്രഹങ്ങളക നീ ഭാസ്കരനന്ദന. ഭാഗ്യമഹോ ഭാഗ്യമോർക്കോളം എത്രയും ഭാസ്കരവംശ സമുദ്ഭവന്മാരായ രാമനും ലക്ഷ്മണനാകുവനുജനും കാമധാരാർത്ഥം ഇവിടേക്കെഴുന്നള്ളി. സുഗ്രീവനോട് ഈ വണ്ണം പറഞ്ഞ് അദ്രീശ്വരാഗ്രേ മഹാതരിച്ഛായാതലേ തഥാ വിഷേകനായകന്മാരാം കുമാരന്മാർ ശ്രാന്തചേതസ നിന്നരുളീടിനാർ. വാദാത്മജൻ പരമാനന്ദം ഉൾക്കൊണ്ട് നീതിയോടർക്കാരുടെ ജനോട് ചൊല്ലിനാൻ. ഭീതികളെ നീ മിത്രഗോത്രേ വന്നു ജാതന്മാരായൊരു യോഗേശ്വരന്മാരി ശ്രീരാമലക്ഷ്മണന്മാരെഴുന്നള്ളിയത്. ആരെയും പേടി വേണ്ട ഭവാനിനി വേഗേന ചെന്ന് വന്ദിച്ച് സഖ്യം ചെയ്തു ഭാഗവത പ്രിയനായി വസിച്ചിടുക. മിത്രാത്മജനോട് ലക്ഷ്മണൻ ശ്രീരാമവൃത്താന്തമെല്ലാം അറിയിച്ചു. നേരം വിധീരനാം ആദിത്യനന്ദനൻ മോദേന ശ്രീരാമചന്ദ്രനോട് ആശുചൊല്ലിയിടിനാൻ. നാരീമണിയായ ജാനകി ദേവിയെ ആരാഞ്ഞറിഞ്ഞു തരുന്നുണ്ട് നിർണയം. ശത്രുവിനാശനത്തിനടിയന്നൊരു മിത്രമായി വേല ചെയ്യാം തവാജ്ഞാവശാൻ. ഇത് നിരൂപിച്ച് ഖേദിക്കരുത്. ആദികളൊക്കെ ഏറ്റുവെന്ന നിർണയം. രാവണൻ തന്നെ സൗരം വധം ചെയ്തു ദേവിയെ കൊണ്ട് പോരുന്നതുകൊണ്ട് ഞാനൊരവസ്ഥ കണ്ടേൻ. ഒരു നാളത് മാനവീരാ തെളിഞ്ഞു കേട്ടിരുന്ന നമ്മൾ 4 പേരും ഞാനുമായി അചലാന്തേ വസിക്കുന്ന കാലം ഒരു ദിനം പുഷ്കര നേത്രയായോ ധരണിയെ പുഷ്കരമാർഗേണ കൊണ്ടുപോയാനൊരു രക്ഷോവരന നേരമസുന്ദരി രക്ഷിപ്പതിനാരുമില്ല അഞ്ഞു. ദീനയായി രാമരാമേതി മുറയിടുന്നോൾ ഭാമിനി തന്നെ വളർന്നതേ വരൂ ഉത്തമയാം അവൾ. ഞങ്ങളെ പർവ്വതേന്ദ്രോത്തമങ്കി കണ്ട നേരം പരവശാൽ ഉത്തരീയത്തിൽ പൊതിഞ്ഞാഭരണങ്ങൾ അദ്രീശ്വരോവിൽ നിക്ഷേപണം ചെയ്താൽ ഞാനത് കണ്ടിങ്ങെടുത്ത് സൂക്ഷിച്ചു വെച്ചേനത് കാണണമെങ്കിലോ കണ്ടാലും ജാനകി ദേവി തന്നെ ആഭരണങ്ങളോ മാനവീര ഭവാനറിയാമല്ലോ എന്ന് പറഞ്ഞതെടുത്തു കൊണ്ടുവന്ന് മന്നവൻ തൻ തിരുമുൻപിൽ ചീടിനാൻ. കർണോരെടുത്തു നോക്കുന്നേരം കണ്ണുനീർ തന്നെ കുശലം വിചാരിച്ചു. എന്നെ കണക്കെ പിരിഞ്ഞിതോ നിങ്ങളെന്തനുങ്ങിയായ വൈദേഹിയോടയോ സീതേ ജനകാന്ത ജയമോ വല്ലഭേ നാഥേ നളിനതലായി തരോജനെ രോദനം ചെയ്തു. വിഭൂഷണ സഞ്ജയമാധിപൂർവം തിരുമാറലമിട്ടിയും പ്രാപ്തന്മാരാം പുരുഷന്മാരെ പോലെ ലോകൈകനാഥൻ കരഞ്ഞു തുടങ്ങിനാനല്ലോ. ശോകേന മോഹം കലർന്നു കിടക്കുന്ന രാഘവനോട് പറഞ്ഞത് ലക്ഷ്മണൻ ദുഃഖിയായി. ഏതുമേ രാവണൻ തന്നെയും ശ്രേഷ്ഠ സഹായേന വൈകാതെ ഗ്രഹിച്ച് അമ്പുജനത്രയാ സീതയെ കൈക്കൊണ്ടുകൊള്ളാം. പ്രസീത പ്രഭോ ഹരേ. സുഗ്രീവനും പറഞ്ഞാനത് കേട്ടുടൻ വിഗ്രയായി ഏതുമേ രാവണൻ തന്നെ നിഗ്രഹിച്ചാശ നൽകിയിടുവൻ ദേവിയെ കൈക്കൊള്ളുക ധൈര്യം ധരത്രീപദേ വിഭോ. ലക്ഷ്മണ സുഗ്രീവ വാക്കുകൾ ഇങ്ങനെ ലക്ഷണം കേട്ടു ദശരഥപുത്രനും ദുഃഖവും ഒട്ടു ചുരുക്കി വരുവിനാൻ. മർക്കട ശ്രേഷ്ഠനാം മാരുതിയും അഗ്നിയെയും ജ്വലിപ്പിച്ചു ശുഭമായ ലഗ്നവും പാർത്ത് ചെയ്യിപ്പിച്ചു. സഖ്യവും സുഗ്രീവരാഘവന്മാർ അഗ്നിസാക്ഷിയായി സഖ്യവും ചെയ്തു. പരസ്പരം കാര്യവും ശ്രദ്ധിക്കുമെന്നുറച്ച ആത്മഖേദം കളഞ്ഞ് ഉത്തുംഗമായ
ശൈലാഗ്രേ മരുവിനാർ. വാലിയും താനും പിണക്കമുണ്ടായതൻ മൂലമെല്ലാം ഉണർത്തിച്ചരളിയിടിനാൻ പണ്ടുമായാവി എന്നോരസുരേശ്വരൻ ഉണ്ടായതുമയൻ തന്നുടെ പുത്രനായ യുദ്ധത്തിന് ആരുമില്ല അനുവദിച്ചവൻ ഉദ്ധതനായി നടന്നിടും ദിശാന്തരെ കിഷ്കിന്ധയാമ്പുരിമുക്ക് വിളിച്ചത് മർക്കടാധീശ്വരനാകിയ ബാലിയെ യുദ്ധത്തിനായി വിളിക്കുന്നത് കേട്ടത് ക്രുദ്ധനാം വാലി പുറപ്പെട്ട് ചെന്നുടൻ മുഷ്ടികൾ കൊണ്ട് താടിച്ചത് കൊണ്ടത് ദുഷ്ടനാൻ ദൈത്യനും പേടിച്ചു വണ്ടിനാൻ വാനശ്രേഷ്ഠനമോ ഓടിയെത്തിയിടിനാൻ ഞാനും അത് കണ്ടു ചെന്നത് പിന്നാലെ മാതാരവൻ ചെന്നു ഗുഹയിലും ഉൾപ്പൊക്കിയത് വാനരശ്രേഷ്ഠനോട് ചൊല്ലിനാൻ ഞാനതിൽ പുകവൻ തന്നെ ഒടുക്കുവൻ നൂനം വിലദ്വാരി നിൽക്ക നീ നിർഭയം ക്ഷീരം വരിയിൽ അസുരൻ മരിച്ചിടും ചോര വരിയിൽ അടച്ചു പോയി വാഴു നീ യുദ്ധം പറഞ്ഞതിൽ പുക്കിയത് വാലിയും തത്ര വിലദ്വാരി നിന്നേൻ അടിയനും പോയിരു കാലം 1 മാസം എന്നിട്ടും ആഗതനായിരുന്നില്ല ഈശ്വരൻ വന്നിത് ചോര വിലമുഖം തന്നെ നിന്നെന്നുള്ളിൽ നിന്ന് വന്നു പരിതാപവും അഗ്രജൻ തന്നെ മായാവി മഹാസുരൻ നിഗ്രഹിച്ചാനെന്നുറച്ചു ഞാനും തഥാ ദുഃഖം കൊണ്ട് ഉഷ്കിന്ത പൊക്കിയിടിനേൻ മക്കളുടെ വീരരും ദുഃഖിച്ചത് കാലം വാനരാധീശ്വരനായ അഭിഷേകവും ചെയ്തു വാനരേന്ദ്രന്മാരെനിക്ക് ചെയ്തിടിനേൻ ചെന്നിത് കാലം കുറഞ്ഞു ബാലി മഹാബലവാൻ തഥാ കല്ലിട്ട് ഞാൻ വിലദ്വാരം അടച്ചത് കൊല്ലുവാനെന്നോർത്ത് കോപിച്ചു ബാലിയും കൊല്ലുവാൻ എന്നോടടുത്ത് പയ്യന് ഞാനെല്ലായിടവും വാഞ്ഞിരിക്കരുതാഞ്ഞും നീള നടന്നുഴഞ്ഞ് നീടുന്ന ശാന്തരെ ബാലി വരികയില്ലത്ര ശാപത്തിനാൽ മുഖാചലേ വന്നിരുന്നിടിനേൻ വിശ്വാസമോട് ഞാൻ വിശ്വനാഥ വിഭോ മൂഢനാ ബാലി പരിഗ്രഹിച്ചിടിനാൻ രാഗം വല്ലഭ തന്നെയും അടുന്നകരവും ഭക്തിയും എന്നോട് വീട് പിരിഞ്ഞു ദുഃഖിച്ചിരിക്കുന്നത് ഞാൻ തൽപാദമങ്കേരുഹസ്പസകാരണാൽ ഇപ്പോൾ അതീവ സുഖവും ഉണ്ടായി വന്നു. മിത്രാത്മജോക്തികൾ കേട്ടോരനന്തരം മിത്രദുഃഖേന സന്തപ്തനാൻ രാഘവൻ ചിത്തകാരുണ്യം കലർന്നൊന്നാൻ തവ ശത്രുവിനെ കൊന്നുപത്തിയും രാജ്യവും വിത്തവുമെല്ലാം അടക്കിത്തരുവൻ ഞാൻ സത്യമിത് രാമഭാഷിതം കേവലം ജ്ഞാനവേന്ദ്രോക്തികൾ കേട്ട് തെളിഞ്ഞു ഒരു ഭാനുതനേനും ഇങ്ങനെ ചൊല്ലിനാൻ സ്വർലോകനാഥനാകിയ ഭാര്യയെ കൊല്ലുവാനേറ്റം പണിയുണ്ടു നിർണ്ണവനോളം ബലം മറ്റാ ഒരുവനും ചൊല്ലുവൻ ബാലിതൻ ബാഹുരാക്രമം തുന്നിയാകും മഹാസുരൻ വന്നു കിഷ്കിന്ധാപുരദ്വാരിമാക്ഷവേഷമായി യുദ്ധത്തിനായി വിളിച്ചോരു നേരത്തതി കുർത്തനാം ബാലി പുറപ്പെട്ടു ചെന്നുടൻ ശൃംഗം പിടിച്ചു പതിപ്പിച്ചു ഭൂമിയിൽ ഭംഗം വരുത്തി ചവിട്ടി പറിച്ചുടൻ ഉത്തമാംഗത്തെ ചുഴറ്റിയെറിഞ്ഞത് വീണു മതങ്കാശ്രമസ്ഥലെ ആശ്രമദോഷം വരുത്തിയ ബാലി പോന്ന ഋഷ്യമൂകാചലത്തിങ്ങി വരുന്നാകിൽ ബാലിയുടെ തല പൊട്ടിത്തെറിഞ്ഞുടൻ കാലപരിപോക മധ്വാക്യ ഗൗരവാൽ എന്ന് ശപിച്ചത് കേട്ടു ഇന്ദ്രനും അന്ന് തുടങ്ങി ഇവിടെ വരുകയില്ല, ഞാനും അതുകൊണ്ട് ഇവിടെ വസിക്കുന്നു. മനസ്സേ ഭീതി കൂടാതെ നിരന്തരം ദുന്ദുബിതന്റെ തല ഇത് കാണൊരു മന്ദരം പോലെ കിടക്കുന്നത് ഭവാൻ ഇന്നിതെടുത്തെറിയുന്ന ശക്തനെ ഒന്നുകൂടും കവിവീരനെ നിർണയം എന്നത് കേട്ട് ചിരിച്ചിരി ഭൂത്തമൻ തന്നെ നിർക്കാൻ പെരുവിരൽ കൊണ്ടത് തന്നെ എടുത്ത് മേൽപോട്ടെറിഞ്ഞിടിനാൻ ചെന്നു വീണു ദശയോജനപര്യന്തം എന്നത് കണ്ടു തെളിഞ്ഞു സുഗ്രീവനും തന്നുടെ മന്ത്രികളും വിസ്മയപ്പെട്ടു നിന്ന് പുകഴ്ന്നു നന്നായി തൊഴുതു നീടിനാർ. പിന്നെയും അർക്കാത്മജൻ പറഞ്ഞിടിനാൻ വനവാസത്വസാലങ്ങളിവയല്ലോ ബാലിക്ക് മൽപ്പിടുത്തത്തിനായുള്ള സാലങ്ങളെന്നറിഞ്ഞാൽ പുത്രൻ പിടിച്ചുള്ള നേരം പത്രങ്ങളെല്ലാം കൊഴിഞ്ഞു പോവേഴിനും റൊട്ടത്ത് നിൽക്കും. ഇവറ്റെ അമ്പെയ്ത് പൊട്ടിക്കൽ ബാലിയെ കൊല്ലായി വരും ദൃഢം. സൂര്യാന്റെ ദിവസം കേട്ടൊരു സൂര്യാന്യോത്ഭൂതനാകിയ രാമനും ചാപം കുഴിയെ കുലച്ചോൽ സായകൻ ശോഭയോടെ തൊടുത്തെയ്തരളിയിടിനാൻ സാലങ്ങളേഴും വിളർന്നു പുറപ്പെട്ട് ശൈലവും ഭൂമിയും ഭേദിച്ചു പിന്നെയും വാണം ജ്വലിച്ചു തിരിച്ചു വന്ന ആശുതൻ തുണീരവൻ കൊടുക്കാൻ. അതുതൻ അനന്തരം വിസ്മയനായൊരു ഭാനുതനേനും സസ്മിതം കൂപ്പിത്തൊഴു ചൊല്ലിയിടിനാൻ. സാക്ഷാൽ ജഗന്നാഥനാം പരമാത്മാവ് സാക്ഷിഭൂതൻ നിന്തിരുവടി നിർണയം പണ്ട് ഞാൻ ചെയ്തു ഒരു പുണ്യമനോദയം കൊണ്ട് കാണുവാനും എനിക്ക് യോഗം വന്നു.
ജന്മമരണ നിവൃത്തി വരുത്തുവാൻ നിർമ്മലന്മാർ ഭജിക്കുന്നു ഭവൽപദം. മോക്ഷതനായ ഭവാനെ ലഭിക്കാൻ മോക്ഷമൊഴിഞ്ഞപേക്ഷിക്കുന്നതില്ല ഞാൻ. പുത്രധാരാർത്ഥ രാജാതി സമസ്തവും വ്യർത്ഥമത്രേതവുമായ വിരചിതമാകയാൽ മേ മഹാദേവ ദേവേശ മറ്റാകാംക്ഷയില്ല. ലോകേശ പ്രസീദമേ. വ്യാപ്തമാനന്ദാനുഭൂതികരം വരം പ്രാപ്തോഹം ആഹന്ത ഭാഗ്യഫലോദയാൽ മണ്ണിനായി ഒഴിച്ച നേരം നീ തന്നെ ലഭിച്ചതുപോലെ രഘുപതേ ധർമ്മദാനവ്രതവക്രതും കർമ്മപൂർത്തേഷ്ടാദികൾ കൊണ്ടൊരുത്തനും വന്നുകൂടാ സംസാരനാശനം നിർണയം പാദഭക്തി കൊണ്ട് നീ പത്മാവലോകനം കേവലം ഇപ്പോൾ അകപ്പെട്ടതും കൃപാവലം യാതൊരു തന്നെ ചിത്തം നീന്തുവഴി പാദാമുജത്തിൽ ഇളകാതെ തുറക്കുന്നു. കാൽക്ഷണം പോലും എന്നാകിൽ തനിക്കൊക്കെ നീങ്ങിയിടും അജ്ഞാനം അനർത്ഥം ചിത്തം ഭവാങ്കലുറയ്ക്കായെങ്കിലും അതിഭക്തിയോടെ രാമരാമേതി സദരം ചൊല്ലുന്നവനും ദുരിതങ്ങൾ വേറിട്ട് നല്ലനായേറ്റം വിശുദ്ധനായി വരും. അതിനുശേഷം രാമലക്ഷ്മണൻ സീതാന്വേഷണത്തിനായി വനത്തിലൂടെ പോകുമ്പോൾ കബന്ധൻ എന്നൊരു വൈരൂപ്യത്തോടു കൂടിയ ഒരു രൂപത്തെ കണ്ടെത്തുന്നു. അയാള് മഹർഷിയുടെ ശാപം കൊണ്ട് വിരൂപനായി തീർന്ന ഒരു ഗന്ധർവനായിരുന്നു. അയാളെയും വധിച്ചതിന് ശേഷം അയാൾക്ക് മോക്ഷം കൊടുത്തു. അയാൾ പറഞ്ഞു, ഇങ്ങനെ ശ്രീരാമലക്ഷ്മണന്മാരെ സീതാന്വേഷണത്തിനായിട്ട് പോകേണ്ടതിനി ശബരിയുടെ ആശ്രമത്തിലേക്കാണ്. ഇവിടെ അടുത്ത് തന്നെയുണ്ട് ശബരി. ആ ശബരിയുടെ ആശ്രമത്തിൽ ചെന്ന നിങ്ങൾക്ക് വേണ്ട വിധത്തിലുള്ള വഴി എങ്ങനെയാണ് പോകേണ്ടതെന്നുള്ള വഴി അവർ കാട്ടിത്തരും. അതുകൊണ്ട് നിങ്ങൾ വേഗം ശബരി ആശ്രമത്തിലേക്ക് പോകുമെന്ന് പറഞ്ഞത് കേട്ട് ശ്രീരാമലക്ഷ്മണന്മാര് അടുത്ത ഭാഗത്ത് ശബരി ആശ്രമത്തിലേക്ക് പോവുകയാണ്. ശബരി ആശ്രമ പ്രവേശം. മുൻപിലാമാറ് കാണാൻ മതങ്കാശ്രമം തത്ര സംപ്രതി വസിക്കുന്നു ശബരി തപസ്വിനി. തൽപാദാംബുജഭക്തി കൊണ്ടേറ്റം പവിത്രയായപ്പോഴും ഭവാനി ധ്യാനിച്ച് വിമുക്തിയായി അവളെ ചെന്ന് കണ്ടാൽ വൃത്താന്തം ചൊല്ലും. അവൾ അരുണീസു തന്നെ ലഭിക്കും നിങ്ങൾക്കെന്നാൽ ഘോരമാമനത്തോടെ വന്തം പോയി ചെന്ന് ചാരുത ചേർന്ന ശബരി ആശ്രമമകം പൊക്കാർ. സംഭ്രമത്തോടും പ്രത്യുദ്ധായ താപസി ഭക്തിയാ സമ്പദിച്ചതോ പാദാംബോരുകയുഗങ്ങൾ സന്തോഷപൂർണ നേത്രങ്ങളോട് അവളും ആനന്ദം ഉൾക്കൊണ്ടു പാദ്യാർഘ്യാദ്യാസനാദികളാലെ പൂജിച്ചു. തൽപാദ തീർത്ഥാഭിഷേകവും ചെയ്തു ഭോജനത്തിന് ഫലമൂലങ്ങൾ നൽകിയിടിനാൾ. പൂജയും പരിഗ്രഹിച്ചാനന്ദിച്ചിരുന്നിത് രാജീവനേത്രന്മാരാൻ രാജനന്ദനന്മാരും. അന്നേരം ഭക്തി കൊണ്ട് തുറച്ചു നാളവൾ ധനിയായി വന്നേനഹം. ഇന്ന് പുണ്യാതിരേകാലന്റെ ഗുരുഭൂതന്മാരായ പരിജനം നിന്നെയും പൂജിച്ചനേകായിരത്താണ്ടുവാണാർ. അന്ന് ഞാൻ അവരെയും ശുശ്രൂഷിച്ചിരുന്നത്. നീ പിന്നെ പോയി ബ്രഹ്മം പ്രാപിച്ചാരവർകളും. നിന്തിരുവടിയുടെ വരവും പാർത്ത് നിന്തിരുവടിയെയും ധ്യാനിച്ച് വസിച്ചു ഞാൻ ശ്രീപാദം കണ്ടുകൊള്ളുവാൻ മൽഗുരുഭൂതന്മാരാം താപസന്മാർക്ക് പോലും യോഗം വന്നില്ലല്ലോ. ജ്ഞാനമില്ലാതെ ഹീനജാതിയിലുള്ള മൂഢ ഞാനിതിനൊട്ടും അധികാരിണിയല്ലോ. വാങ്മനോ വിഷയമല്ലാതെ ഒരു ഭവദ്രൂപം കാണുവാനും അവകാശം വന്നത് മഹാഭാഗ്യം. തൃക്കഴലിണകൂപ്പി സ്തുതിച്ചു കൊള്ളുവാനും ഇന്ന് കമലത്തിൽ അറിയപ്പോകാതയാനിധേ. തൃക്കഴലിണകൂപ്പി സ്തുതിച്ചു കൊള്ളുവാനും ഇങ്ങുക്കമലത്തില് അറിയപ്പോകാതയാനിധേ. രാഘവനത് കേട്ട് ശബരിയോട് ചെന്നാൽ ആകുലം കൂടാതെ ഞാൻ പറയുന്നത് കേൾവി. പുരുഷ സ്ത്രീജാതി നാമാശ്രമാദികളല്ല കാരണം മമ ഭജനത്തിന്. ജഗത്രയെ ഭക്തി ഒന്നൊഴിഞ്ഞു മറ്റില്ല കാരണമേതും. മുക്തി വന്നിടുവാനും ഇല്ല മറ്റേതുമൊന്നും. ഭക്തി ഒന്നൊഴിഞ്ഞു മറ്റില്ല കാരണമേതും. മുക്തി വന്നിടുവാനും
ഇല്ല മറ്റേതും തീർത്ഥ സ്നാനാത് തപോദാന വേദാധ്യയന ക്ഷേത്രോപവാസ യാഗാദ്യ അഖില കർമ്മങ്ങളാൽ ഒന്നിനാലൊരുത്തനും കണ്ടു കിട്ടുകയില്ല. എന്നെ മൽഭക്തി ഒഴിഞ്ഞൊന്നുകൊണ്ടൊരു നാളും ഭക്തിസാധനം സംക്ഷേപിച്ച് ഞാൻ ചൊല്ലിയിടുവനുത്തമേ. കേട്ടുകൊള്ളുക മുക്തി വന്നിടുവാനായി മുഖ്യ സാധനമല്ലോ സജ്ജന സംഘം. പിന്നെ മൽക്കധാരവൻ രണ്ടാം സാധനം മൂന്നാമതും നൽകുന്നേരണം. പിന്നെ മധ്വജോ വ്യാഖ്യാതൃത്വം മൽക്കലാചാര്യോപാസന. അഞ്ചാമതും പുണ്യശീലത്വ നിയമാദികളോട് എന്നെ മുട്ടാതെ പൂജിക്കുന്നുള്ള ആറാമതും മന്ത്രോപാസകത്വം. ഏഴാമതും മംഗലശീലെ കേട്ട് ധരിച്ചു കൊള്ളേണം നീ. സർവഭൂതങ്ങളിലും മന്മതി ഉണ്ടാകുകയും സർവതാമൽ ഭക്തന്മാരിൽ പരമാസ്തിക്യവും സർവബാഹ്യാസ്തങ്ങളിൽ വൈരാഗ്യം ഭവിക്കുകയും സർവലോകാത്മാജ്ഞാനം എപ്പോഴും ഉറയ്ക്കുകയും മത്തത്വ വിചാരം കേളൊമ്പതാമതോ ഭദ്രേ ചിത്തശുദ്ധിക്ക് മൂലമാതി സാധന നൂനം ഉത്തമായത് ഭക്തി സാധനം നവവിധമുത്തമേ. ഭക്തി നിത്യമാർക്കും വിചാരിച്ചാൽ തിരയോനികൾക്ക് നാകിലും മൂഢമാരാം നാരികൾക്ക് നാകിലും പുരുഷനാകിലും പ്രേമലക്ഷണയായ ഭക്തി സംഭവിക്കുമ്പോൾ വാമലോചനേ മമതത്വാനുഭൂതിയുണ്ടാം. ജാനകി മാർഗമറിഞ്ഞിരുന്നീ പറയണം ഘനവാ സീതാ സീതാമൽ പ്രിയാ മനോഹരി രാഘവ വാക്യമേവ കേട്ടോരു ശബരിയും ആകുലമകറ്റുവാൻ ആദരാലരുൾ ചെയ്താൽ സമറിഞ്ഞിരിക്കുന്ന നിന്തിരുവടി സർവജനനാഗലൻ ലോകാനുസരണാർത്ഥം ചോദിച്ച മൂലം പറഞ്ഞിടുവാൻ സീതാദേവി ഖേദിച്ച് ലങ്കാപുരിതനിൽ വാഴുന്ന നൂനം കൊണ്ടുപോയത് ദശകണ്ഠനെന്നറിഞ്ഞാലും കണ്ടിരുന്ന ദിവ്യദശാതണ്ടലർമകളെ ഞാൻ മുൻപിലാമാർ കുറഞ്ഞൊന്ന് തെക്കോട്ട് ചെന്നാൽ പമ്പയാം സരസിനെ കാണാൻ തൽപുരോഭാഗേ വശ്യ പർവ്വതാരമ്യം തത്ര വിശ്വസിച്ചിരിക്കുന്നു സുഗ്രീവൻ കവിശ്രേഷ്ഠൻ 4 മന്ത്രികളോടും കൂടെ മാർത്താണ്ഡാത്മജൻ ബാലിയെ പേടിച്ചു സങ്കേതമായ ദിനം ബാലിക്ക് മുനിശാപം പേടിച്ചു ചെന്നുകൂടാ പാലനം ചെയ്യുക ഭവാൻ. അവനെ വഴി പോലെ സഖ്യവും ചെയ്തുകൊള്ള സുഗ്രീവൻ തന്നോടെന്നാൽ ദുഃഖങ്ങളെല്ലാം തീർന്ന കാര്യവും സാധിച്ചിടുന്നെങ്കിൽ ഞാൻ അഗ്നിപ്രവേശം ചെയ്തു ഭവൽപാദപങ്കജത്തോടു ചേർന്നു കൊള്ളുവാൻ തുടങ്ങുന്നു വാർക്കണം മുഹൂർത്തമാത്രം. ഭവാൻ അത്രൈവമേ കേണം മയാ കൃത ബന്ധനം ദയാനിധേ ഭക്തി ഇഥമുക്ത്വാ ദേഹത്യാഗവും ചെയ്തു മുക്തിയും സിദ്ധിച്ചതോ ശബരിക്കത് കാലം. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ഇത്യധ്യാത്മരാമായണേ ഉമാമഹേശ്വര സംവാദേ ആരണ്യകാണ്ഡ സമാപ്തം.